ഇന്ന് നമുക്ക് സൺഡേ അല്ലേ. സൺഡേ ആയതുകൊണ്ട് നമുക്കിന്ന് കപ്പയും മീൻകറി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കപ്പയും മീൻകറിയുമാണ്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ കപ്പ കൊണ്ടുവന്നു ലഭിച്ചത്. നമുക്കിത് കപ്പ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കപ്പ വൃത്തിയിൽ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ തൊലിയെല്ലാം കളയണം. എന്നിട്ട് ഇത് നല്ലോണം തൊലിയൊക്കെ പോകുന്നുണ്ട്. നല്ലോണം വേകുന്നതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നമുക്കെന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതാക്കണം. നല്ല വേകുമെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ. നോക്കാം നമുക്കിത് വേകുമോ. നല്ല മഴയും ഉണ്ട്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതുകൊണ്ട് കപ്പയും മീൻ കറിയും ആക്കാമെന്നാണ് വിചാരിച്ചത് രാവിലെ തന്നെ. അപ്പോൾ കപ്പ എന്നിട്ട് എടുത്തിട്ട് കഴുകി നല്ല വൃത്തിയിൽ കഴുകണം. 2-3 പ്രാവശ്യം കഴുകണം. കഴുകി നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് നല്ല വെള്ളമെല്ലാം ഒഴിച്ച് വേവിക്കണം. വേവിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പിടാം. പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഇങ്ങോട്ട് നല്ല മഴയാണ്. നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വൈബല്ലേ നമുക്ക് കപ്പയും മീനെല്ലാം തിന്നാൻ. ഗ്യാസ് കത്തിച്ചു. നമുക്ക് കപ്പ ഇനി വേവിച്ചെടുക്കാം. കപ്പ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട്. തേങ്ങ ചിരണ്ടി, തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ നമുക്ക് ഒതുക്കി കപ്പയിലേക്ക് ഇട്ടു. കപ്പ നല്ല വൃത്തിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാം. ആദ്യം ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി തക്കാളി ഇട്ട് നല്ലോണം വഴറ്റണം. തക്കാളി നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കണം. നല്ലോണം അത് വഴന്ന് നല്ലോണം വരണം. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ട് പുറത്ത്. നമുക്ക് കറിവേപ്പില എടുക്കണം. പുറത്ത് നമുക്ക് ഇവിടെ കറിവേപ്പ് മരമുണ്ട്. അതിൽ നിന്ന് കറിവേപ്പിലെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കഴുകി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇന്ന് തിളച്ച് നല്ലോണം നമുക്കതിലേക്ക് മീനിടാം. നമുക്കിന്നിട്ടത് മത്തിയാണ് കേട്ടോ. മത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തി അതിലേക്ക് നല്ലോണം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇടണം. പുളി നമ്മൾ ഇട്ടത് മറ്റേ വാളംപുളിയില്ലേ, അതിങ്ങനെ പായ്ക്കാക്കിട്ടായിട്ട് കുപ്പിയിൽ കിട്ടുക. അത് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. കുടംപുളി ഇടാറുണ്ട്, പക്ഷെ ഇന്നതാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് നല്ലോണം തിളച്ച് നല്ല വറ്റി കുറുകി വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസെല്ലാം ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലോണം ഇളക്കി വാങ്ങാം. നമുക്ക് കുറച്ച് കപ്പയെല്ലാം എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ. കപ്പയും മീനെല്ലാം എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റായിട്ടുണ്ട്, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്.